ഹലോ, UK ശരിക്കും ഇപ്പൊ ഒരു എന്താ പറയുന്നത്, എല്ലാവരും കുറച്ച് ടെൻഷനിലും കാര്യങ്ങളിലും ഒക്കെയാണ്. കാരണം PR കാര്യം അവർ എന്താ പറയുക 5 വർഷം മാറ്റിയിട്ടുണ്ട് ഇപ്പം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുന്ന ഇൻടേക്കുകളിൽ അവർ സ്റ്റുഡന്റ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുവാണ്, എല്ലാം ശരിയായി ഫീ ഒക്കെ അടച്ചു, അപ്പം വിസയും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കുന്നവരുണ്ട്, അതായത് ഈ ഇൻടേക്ക് വരുന്നവരുണ്ട്. അപ്പൊ അവർ കൂടുതലും കൺസേൺ ആയിട്ടുള്ളത് ഈ പറയുന്ന PSW കാര്യത്തിലാണ്, അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാര്യത്തിലാണ്. അതായത് 2 years ആയിരുന്നില്ല, മുന്നേ 6 months ആയിരുന്നു, പിന്നെ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും 2 years ആക്കി. ഇപ്പൊ അതിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ റിഡക്ഷൻ ഇൻ ഡ്യൂറേഷൻ ആണ്. അതായത് ഡ്യൂറേഷൻ 2 years ആയിട്ടുള്ളത് ഇപ്പൊ 18 months ആക്കി. 2 years എന്ന് പറയുമ്പോൾ 24 months ആയിരുന്നു. ഈ 18 months എന്ന് പറയുമ്പോൾ 1.5 വർഷമാണ് കേട്ടോ. 6 മാസം അവർ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോ 2 വർഷം ഇല്ല PSW, വെറും 1.5 വർഷം മാത്രമേ PSW ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. രണ്ടാമത്തെ ചേഞ്ച്, നോ എക്സ്റ്റൻഷൻ. അതായത് ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് വേറെ ഒരു തരത്തിലുള്ള എക്സ്റ്റൻഷൻ പറ്റില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സ്കിൽഡ് വർക്കർ വിസ കണ്ടുപിടിച്ചാൽ അതിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, അല്ലാണ്ട് യാതൊരു തരത്തിലുള്ള എക്സ്റ്റൻഷനും പറ്റില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി വേറൊരു കാര്യമുണ്ട്, PhD പോലുള്ള സംഭവം എടുത്തു വരുന്നവർക്ക് 3 years ആയിരുന്നു സ്റ്റേ ബാക്ക്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. PhD എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 3 years തന്നെ എന്താ പറയുക സ്റ്റേ ബാക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ, അതായത് നമ്മളിപ്പോൾ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിൽഡ് വിസയിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ത്രഷോൾഡ് എന്ന് പറയുന്നത് പെർ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 25,000 ആണ് കേട്ടോ. 25,000 ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാജുവേറ്റ് വിസയിൽ നിന്ന് വേറെ ഒരു സ്കിൽഡ് വർക്കർ വിസയിലോട്ട് മാറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്ട്ലി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇൻഡയറക്ട്ലി എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കും. കാര്യം ഈ ലാംഗ്വേജ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ എന്താ പറയുന്നത് മാൻഡേറ്ററി ആക്കുവാണ്. അപ്പോൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ ലാംഗ്വേജ് എലിജിബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ പാസ്സായിട്ടുണ്ടായിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളോട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് അവർ 32% കൂട്ടിയിട്ടുണ്ട്. സോ നമ്മളെ ഒരാൾക്ക് സ്പോൺസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്താണ് 10 yearsന്റെ കാര്യം പറയാതെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യം പോലെയില്ല. കാര്യം ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് PR കാര്യം തിങ്ക് ചെയ്യേണ്ട. നമ്മുടെ ഈ ഒരു ഗ്രാജുവേറ്റ് റൂട്ട് വിസ 2 years ഉണ്ടല്ലോ, ഇതൊരിക്കലും PR കൗണ്ട് ചെയ്തില്ല. നമ്മൾ എന്താ പറയുക ജോബ് വിസയിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ അത് PR കൗണ്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മളത് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് PSW നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ വരുന്നവരാണെങ്കിൽ തന്നെയും ഇപ്പൊ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ എങ്ങനെ കാലത്ത് നിൽക്കാമെന്ന് ആദ്യം ചിന്തിച്ചിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ PR കാര്യങ്ങൾ വരുന്നത്. പിന്നെ 5 years മാറ്റി 10 years ആകുമ്പോൾ കുറെ ആൾക്കാർ കടി കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ജോബ് വിസ കണ്ടുപിടിച്ചിട്ട് ഒരു 5 years എന്നിട്ട് PR കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ പോകുകയോ നാട്ടിലെന്തെങ്കിലും തുടങ്ങിയപ്പോൾ അത് സക്സസ് ആയില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരാമോ എന്നുള്ള മൈൻഡൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയത് അടി തന്നെയാണ് ഞാൻ പറയുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ എനിക്ക് കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ ഇപ്പൊ നിൽക്കുന്ന എന്തായാലും അതിനെക്കുറിച്ച് അതിനോട്ട് കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പം പക്ഷെ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ടോപ്പ് ചേഞ്ചസ്. പിന്നെ ഇവിടെ ഇടയ്ക്ക് മുറയ്ക്കും എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മളിവിടെ നിൽക്കണം മതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിൽക്കാൻ നോക്കുക. അത് വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇത്ര കഷ്ടപ്പെടാനൊന്നും വയ്യ, നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നാട്ടിൽ പോകാൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. പിന്നെ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു